Okay, so നമ്മൾ നോർമലി അണ്ടർ 10,000, അണ്ടർ 15,000, മാക്സിമം അണ്ടർ 20,000 താഴെയുള്ള ഫോൺസിൻ്റെ ലിസ്റ്റാണ് നോക്കാറുള്ളത്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഫോൺസ് ഉള്ളതും പിന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും പിന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത്. പക്ഷേ താഴെ കമന്റ് ബോക്സിൽ അണ്ടർ 25,000, 30,000, 40,000 വരെയുള്ള പ്രൈസ് സെഗ്മെന്റിന്റെ ബെസ്റ്റ് ഫോൺസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു 10,000 to 40,000 വരെയുള്ള പ്രൈസ് സെഗ്മെന്റിലുള്ള ടോപ്പ് 3 ഫോൺസ് നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. കുറേ പ്രൈസ് സെഗ്മെന്റ് കവർ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഫോൺസിൻ്റെ ഇൻ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വീഡിയോ കണ്ടമാനം നീണ്ടുപോകും. സോ ഞാൻ എല്ലാ ഫോൺസിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു ഓവറോൾ എൻ്റെ പ്രിഫറൻസും എന്തുകൊണ്ടാണ് ഈ ഫോൺസ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അത്രയേ ഉള്ളൂ. അല്ലാതെ സ്പെസിഫിക്കേഷൻ ഇൻ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഓൾറെഡി ഇൻ്റർനെറ്റിലും പിന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 10,000. ഇതിലുള്ള 3 ഫോൺസ് ആണ്. പോക്കോൻ്റെ പോക്കോ M2, മൈക്രോമാക്സിൻ്റെ In1, പിന്നെ റിയൽമി നാർസോ 30A. പോക്കോ M2ൻ്റെ 6GB വേരിയൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതെടുത്ത് മാറ്റി ഇപ്പം പോക്കോ M2ൻ്റെ ഒരു പുതിയ എഡീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 4GB മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ മൈക്രോമാക്സ് In1ലും ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് ഫോൺ വേണമെങ്കിൽ പോക്കോ M2 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ കുറച്ചും കൂടി ഒരു പ്രോസസ്സിംഗ് സ്പീഡ്, കുറച്ചും കൂടി ഒരു ഗെയിമിംഗ് പെർഫോമൻസ് വേണമെങ്കിൽ നാർസോ 30A ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ നാർസോ 30Aയിൽ HD+ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഹീലിയോ G85 ചിപ്സെറ്റ് വരുന്നുണ്ട്. ബാക്കി 2 ഫോൺസിനും പോക്കോ M2 ആണെങ്കിലും മൈക്രോമാക്സ് In1 ആണെങ്കിലും G80 ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗെയിമിങ്ങിൻ്റെ ഓപ്റ്റിമൈസേഷൻ റിയൽമി ഫോൺസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ ഇതിലും കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് നാർസോ 30Aയിൽ കിട്ടും. പക്ഷേ ഓവറോൾ ഒരു പാക്കേജ് നോക്കുകയാണെങ്കിൽ പോക്കോ M2 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. 10,000 താഴെയുള്ള ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസ്പ്ലേ ഫോൺ പ്ലസ് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10S ഉണ്ട്. അതിൽ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും വരുന്നുണ്ട്. സോ അതും നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. നെക്സ്റ്റ് പ്രൈസ് സെഗ്മെൻ്റ് ആണ് അണ്ടർ 15,000. സോ 15,000 താഴെ നിങ്ങൾക്കൊരു അതിൻ്റെ താഴത്തെ റേഞ്ചിലുള്ള ഒരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഫോൺ വേണമെങ്കിൽ റെഡ്മി നോട്ട് 10 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു ഫോൺ തന്നെയാണ്. അത്രയും ഭയങ്കരമായ പവർഫുൾ ഗെയിമിംഗ് ചിപ്സെറ്റ് ഒന്നുമില്ല ഇതിൻ്റെ അത്. നോർമൽ 600 സീരീസ് ചിപ്സെറ്റ് ആണ്. സോ നോർമൽ യൂസിന് വേണ്ടി ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. നല്ലൊരു സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. അൺബോക്സിങ് വീഡിയോ കണ്ടു നോക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 2 ഫോൺസ് ഉണ്ട്. ഒന്നാണ് റിയൽമി 8 4G. 5G അല്ല 4G ആണ്. 5Gക്ക് വേണ്ടി ഞാൻ മറ്റൊരു ഫോൺ മെൻഷൻ ചെയ്യാം. സോ റിയൽമി 8 4G ആൻഡ് റെഡ്മി നോട്ട് 10S, ഈ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത് 15,000 താഴെ വിത്ത് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ. സോ നിങ്ങളുടെ മനസ്സിൽ ഗെയിമിംഗ് ആണ് മെയിൻ എങ്കിൽ ഞാൻ 6GB വേരിയൻ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ റിയൽമി 8 4Gൻ്റെ 6GB വേരിയൻറ്റ് 15,000 മേളിലാണ്. ഇനി നിങ്ങൾക്ക് 6GB വേരിയൻറ്റ് വേണമെങ്കിൽ റെഡ്മി നോട്ട് 10S എടുക്കാം. ഓൾമോസ്റ്റ് സിമിലർ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ 2 ഫോൺസിനും. ഓക്കെ, സോ വളരെ സിമിലർ സ്പെസിഫിക്കേഷൻസ് ആണ് രണ്ടിലും. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 വരുന്നുണ്ട്. സോ ഗെയിമിംഗ് പോയിന്റ് ഓഫ് വ്യൂ 2 നല്ലതായിരിക്കും. പക്ഷേ 6GB ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഹെവി ഗെയിമിങ്ങിന് വേണ്ടി. സോ അതിന് വേണ്ടി ഞാൻ റെഡ്മി നോട്ട് 10S റെക്കമെൻഡ് ചെയ്യും. ബാക്കി എല്ലാ യൂസിന് വേണ്ടി റിയൽമി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വരുന്നുണ്ട് റിയൽമി 8 4Gയിൽ. സോ നല്ലൊരു ഫോൺ തന്നെയാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് 5G ഫോൺ തന്നെ വേണമെങ്കിൽ റിയൽമി 8 5G ഉണ്ട്. അത് വിട്ടിട്ട് റിയൽമിയുടെ തന്നെ റിയൽമി നാർസോ 30 Pro 5G എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിൻ്റെ പ്രൈസ് ചിലപ്പം 15,999 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡിസ്കൗണ്ട് വരുമ്പം തീർച്ചയായിട്ടും 15 താഴെ കിട്ടും. സോ റിയൽമി നാർസോ 30 Pro ഈസ് ഫാർ ബെറ്റർ ദാൻ റിയൽമി 8 5G. അതിൻ്റെ സ്പെസിഫിക്കേഷനും പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. കാരണം റിയൽമി 8 5Gയിൽ 700 ചിപ്സെറ്റ് ആണുള്ളത്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 700 ആണ്. ഇവിടെ 800U കിട്ടുന്നുണ്ട്. സോ അതും ഫാർ ബെറ്റർ ചിപ്സെറ്റ് ആണ്. വേറെ സ്പെസിഫിക്കേഷൻസും ബെറ്റർ ആണ്. സോ തീർച്ചയായിട്ടും 15,000 താഴെ നിങ്ങളൊരു 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 30 Pro 5G ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ ഇതായിരുന്നു 15,000 താഴെയുള്ള എൻ്റെ ചില ഫേവറേറ്റ് ഫോൺസ്. നെക്സ്റ്റ് ആണ് 20,000. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ഓൾറൗണ്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 Pro, ഞാൻ എപ്പോഴും പറയാറുണ്ട് റെഡ്മി നോട്ട് 10 Pro ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കുറച്ചും കൂടി എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ ഒരു 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വേണമെങ്കിൽ റെഡ്മി നോട്ട് 10 Pro Max എടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. റെഡ്മി നോട്ട് 10 Pro ഈസ് മോർ ദാൻ ഇനഫ്. നല്ല പെർഫോമൻസ് ആയിരിക്കും. പിന്നെ MIUIൻ്റെ ചില ബഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ആ ബഗ്സ് നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ റെഡ്മി നോട്ട് 10 Pro വാങ്ങിച്ചോളൂ. നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. സ്പെഷ്യലി പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു സ്പെസിഫിക്കേഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അൺബീറ്റബിൾ ആണ് റെഡ്മി നോട്ട് 10 Pro. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമിയുടെ ഫോൺസ് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. റിയൽമിയുടെ 7 Pro ആൻഡ് റിയൽമി X7.
നിങ്ങളൊരു 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി X7 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 800U ചിപ്സെറ്റ് വരുന്നുണ്ട്, പക്ഷേ അത് ഓൾറെഡി റിയൽമി നാർസോ 30 പ്രോയിൽ വരുന്നുണ്ട്. സോ പെർഫോമൻസ് രണ്ടിൻ്റെ സെയിം ആയിരിക്കും, പക്ഷേ റിയൽമി X7 സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സംഭവമുണ്ട്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ പ്ലസ് 5G വേണമെങ്കിൽ റിയൽമി X7 നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി നിങ്ങൾക്ക് 5G വേണ്ട 4G മതിയെങ്കിൽ റിയൽമി 7 Pro ഇപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല മിഡ് റേഞ്ച് ഓൾറൗണ്ടർ ഫോണായിരുന്നു റിയൽമി 7 Pro. ഇപ്പോഴും നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്. ബെറ്റർ ദാൻ റിയൽമി 8 Pro. സോ റിയൽമി 8 Proയിൽ 108 മെഗാപിക്സൽ ക്യാമറ ഒക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ റിയൽമി 7 Pro ഇസ് ബെറ്റർ ദാൻ റിയൽമി 8 Pro. സോ നിങ്ങൾക്ക് 4G മതിയെങ്കിൽ റിയൽമി 7 Proയും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ കസ്റ്റം UI ഇഷ്ടമല്ല, സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ വേണമെങ്കിൽ, അതായത് ഈ ആഡും പിന്നെ ബ്ലോട്ട്വെയർ ഒന്നും ഇഷ്ടമല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ മോട്ടോറോളയുടെ മോട്ടോ G60 ഉണ്ട്, G60 ഉണ്ട്, G40 ഉണ്ട്. ഓക്കെ, സോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. G40 അണ്ടർ 15,000 കിട്ടുന്നുണ്ട്. ഗുഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടും. വിത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732Gൻ്റെ പവറും ഉണ്ടാവും. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂ. സോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം മോട്ടോറോള ഫോൺസ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ റിയൽമി, റെഡ്മി ഫോൺസ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഫോൺസ് ആണ്. 20,000 താഴെയുള്ള ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ ഫോൺ ഉണ്ട്. അത് ആ ഒരു ഫോൺ മെൻഷൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് അത് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല നല്ലൊരു ഫോണാണ്. അതാണ് പോക്കോൻ്റെ പോക്കോ X3 Pro. സോ ഗെയിമിംഗ് മൈൻഡ് ഉള്ളവർക്ക് വേണ്ടിയുള്ള ഫോണാണ് പോക്കോൻ്റെ പോക്കോ X3 Pro. ബാക്കി നോർമൽ യൂസ് അല്ലെങ്കിൽ ഡേ ടു ഡേ യൂസിന് വേണ്ടി വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ റെഡ്മി നോട്ട് 10 Pro ഉണ്ട്, റിയൽമി 7 Pro ഉണ്ട്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്കോൻ്റെ പോക്കോ X3 Pro. അതിൻ്റെ മെയിൻ കാരണമാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 ചിപ്സെറ്റ്. സോ 855 പ്ലസിൻ്റെ ഒരു പുതിയ 2021 എഡീഷനാണ് 860 ചിപ്സെറ്റ്. ഓക്കെ, നല്ല പെർഫോമൻസ് ആണ്. PUBG ഒക്കെ സ്മൂത്ത് എക്സ്ട്രീംലി ഈസിലി കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഒരു ഹെവി ഫോണാണ്. ഓക്കെ, അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ റിയൽമി 7 Pro, നോട്ട് 10 Pro, പോക്കോ X3 Pro ഇതിൻ്റെയൊക്കെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. സോ ലേശം ഹെവി ഫോണാണ്, പിന്നെ ബൾക്കി ആണ്, പിന്നെ നല്ല വോള്യൂം ഇട്ട് നിങ്ങൾ സ്പീക്കറിൽ പാട്ട് കേൾക്കുമ്പോൾ ബാക്ക് വൈബ്രേറ്റ് ആവുന്നുണ്ട്. സോ ബിൽഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഉണ്ട്, പക്ഷേ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂ ഇല്ല. നെക്സ്റ്റ് നമുക്ക് അണ്ടർ 25,000 താഴെയുള്ള ഫോൺസ് നോക്കാം. ഈ പ്രൈസ് സെഗ്മെന്റിൽ ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫോണാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി A52. ഒരു സംശയം വേണ്ട, എല്ലാം നല്ലതാണ്, നല്ല ബിൽഡാണ്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, നല്ല പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഫോണിൽ. ദാറ്റ്സ് റിയലി ഗുഡ്. അതിനോടൊപ്പം തന്നെ നല്ല ക്യാമറയാണ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. സോ ഒരു ഓവറോൾ പാക്കേജ് ആണ് സാംസങ് ഗാലക്സി A52. ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സാംസങ് ഗാലക്സി M51 ആൻഡ് F62. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഫോൺസ് ആണ്. ഒരു M സീരീസ് ആണ്, മറ്റേത് F സീരീസ് ആണ്. ഞാൻ F സീരീസ് സജസ്റ്റ് ചെയ്യും, കാരണം അതിൽ നോക്സ് സെക്യൂരിറ്റി കംപ്ലീറ്റ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, F സീരീസ് F62. അതിനോടൊപ്പം തന്നെ 2 വർഷം പഴയ സാംസങ്ങിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉണ്ട്. സോ പവറൊക്കെ ഉണ്ട്, പക്ഷേ ലോങ് ടൈം ഗെയിമിങ്ങിന് വേണ്ടിയല്ല. സോ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് സാംസങ് M51 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കുറച്ചും കൂടി കൂടുതൽ നേരത്തേക്ക് കളിക്കാൻ പറ്റും, കാരണം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ചിപ്സെറ്റ് വരുന്നുണ്ട്. അതല്ല ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ സാംസങ് F62 നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. 25,000 താഴെ നിങ്ങളൊരു ലൈറ്റ് വെയ്റ്റ് സ്ലിം ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും Mi 11 ലൈറ്റ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ സ്ലിം ഫോണാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പിന്നെ നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവം നല്ല കോമ്പാക്റ്റ് ഫോം ഫാക്ടർ തിൻ ലൈറ്റ് വെയ്റ്റ് ഫോൺ വേണമെങ്കിൽ Mi 11 ലൈറ്റ് എടുക്കാം. നെക്സ്റ്റ് ആണ് 30,000 താഴെയുള്ള എൻ്റെ ടോപ്പ് 3 ഫോൺസ്. ടോപ്പ് ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഐക്യൂവിൻ്റെ iQOO 7. സോ വളരെ നല്ല കംപ്ലീറ്റ് ഓൾറൗണ്ട് പാക്കേജ് ആണ് iQOO 7ൽ കിട്ടുന്നത്. സ്പെഷ്യലി ഗെയിമിംഗ് പെർഫോമൻസ്, ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് പെർഫോമൻസ് സംഭവങ്ങളൊക്കെ നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്നത്. അത് PUBG ആയിക്കോട്ടെ, COD ആയിക്കോട്ടെ, ഫ്രീ ഫയർ എന്തും ആയിക്കോട്ടെ, നല്ല സ്റ്റേബിൾ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഹീറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. ദാറ്റ് ഈസ് റിയലി ഗുഡ്. കാരണം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ഫോണാണ് Mi 11X. അതിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആണ്. പക്ഷേ ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ iQOO 7ലാണ്. നോർമലി ഷവോമിയുടെ ക്യാമറ പെർഫോമൻസ് നല്ലതായിരിക്കും, പക്ഷേ Mi 11Xൻ്റെ ക്യാമറ പെർഫോമൻസ് അത്രയും പോരാ. ആ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും പോരാ. മൂന്നാമത്തെ ഫോണാണ് റിയൽമി ഈയിടെ ലോഞ്ച് ചെയ്ത് റിയൽമി X7 Max. നല്ലൊരു ഫോണാണ്, നല്ലൊരു പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ ഉള്ള ഒരു ഫോണാണ്. അതിൻ്റെ ലുക്കും ബിൽഡും അത്രയും ക്ലാസി ആയി തോന്നുന്നില്ല. അപ്പോൾ iQOO 7 അല്ലെങ്കിൽ Mi 11Xൻ്റെ ഒരു നല്ല പ്രീമിയം ബിൽഡ് ഉണ്ട്. സ്പെഷ്യലി Mi 11Xൽ നല്ല പ്രീമിയം ബിൽഡാണ്, കാണാനൊക്കെ നല്ല രസമാണ്. ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ റിയൽമി Xൻ്റെ ബിൽഡിൽ കിട്ടുന്നില്ല. പക്ഷേ പെർഫോമൻസ് നല്ലതാണ്, പ്രൈസും കുറവാണ്. ഇവിടെയും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. Dimensity 1200 ചിപ്സെറ്റ് ആണ്, നല്ല ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ വരാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഒരു ഓൾറൗണ്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഐക്യൂൻ്റെ iQOO 7 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഫൈനലി 40,000 താഴെയുള്ള എൻ്റെ 3 ഫേവറേറ്റ് ഫോൺസ്.
ഫസ്റ്റ് പിക്ക് ആയിരിക്കും സാംസങ്ങിൻ്റെ സാംസങ് S20 FE എഡിഷൻ. വളരെ നല്ലൊരു ഫോണാണ്, ഒരു ഓൾറൗണ്ട് ഫോണാണ്. സ്പെഷ്യലി 40,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു സാംസങ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കണ്ണടച്ച് വാങ്ങാവുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S20 FE. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. ബാക്കി 2 ഫോൺസ് ആണ് OnePlus 9R ആൻഡ് iQOO 7 Legend. iQOO 7 Legendൽ 888 ചിപ്സെറ്റ് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ലേറ്റസ്റ്റ് മോർ പവർഫുൾ ചിപ്സെറ്റ് ആണ്. പക്ഷേ നോർമൽ യൂസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും iQOO 7 ഇസ് മോർ ദൻ ഇനഫ്. സോ 7 ലെജൻഡിൻ്റെ ആ ഒരു ഡിസൈനും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ iQOO 7 ഇസ് മോർ ദൻ ഇനഫ് ഫോർ ഗെയിമിംഗ് ആൻഡ് ഓൾ. ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ OnePlus 9R ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ആ ഒരു ഗെയിമിംഗ് ഓപ്റ്റിമൈസേഷൻ ആ ഒരു ചിപ്സെറ്റിൻ്റെ രണ്ടിലും 870 ആണ്. സോ OnePlus 9R ആണെങ്കിലും 720 FE ആണെങ്കിലും രണ്ടിലും Qualcommൻ്റെ 870 Snapdragon 870 5G ചിപ്സെറ്റ് ആണ് ഉള്ളത്. സ്റ്റിൽ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് OnePlus 9R ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ബാക്കിയെല്ലാം സോ ഓവറോൾ പാക്കേജ് നോക്കുകയാണെങ്കിൽ സാംസങ് S20 FEയിൽ ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഒരു ഡീറ്റെയിലേക്കാണ് പോയത്. സോ ഓവറോൾ പാക്കേജ് നോക്കുകയാണെങ്കിൽ സാംസങ് S20 FE എഡിഷൻ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സ്പെഷ്യലി ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോ കോമ്പറ്റീഷൻ. സാംസങ് ഗാലക്സി S20 FE ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി കുറേ അപ്കമിങ് ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. OnePlus Nord 2 വരുന്നുണ്ട്, പോക്കോ F3 GT വരുന്നുണ്ട്. സോ കുറേ ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. സോ ഇതായിരുന്നു എൻ്റെ ഒരു ക്വിക്ക് സജഷൻ. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.